നമ്മൾ വടക്കോട്ടാണ് പോകുന്നത്. ന്യൂസിലൻഡിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തേക്ക്, രണ്ട് സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്തേക്ക്. ന്യൂസിലൻഡിലെ നേറ്റീവ്സായ മൗറികളുടെ പാരമ്പര്യം അനുസരിച്ച് മരണശേഷം ആത്മാക്കൾ അപരിചിതമായ ഒരു ലോകത്തേക്ക് അവരുടെ അവസാന കുതിപ്പ് നടത്തുന്ന സ്ഥലത്തേക്ക്. ഇതാണ് കേപ്പ് റെയ്ങ്ങ, നമ്മുടെ റോഡിന്റെ അവസാനം, പക്ഷെ മറ്റെന്തിൻ്റെയോ തുടക്കം. And I have also tried reaching out to your host for messages and emails as well, but still I'm waiting for till the time you can at least try to see any nearby listings for your stay. Yeah, sure, we'll do that. ഒരു അടിപൊളി പണി കിട്ടി. അക്കോമഡേഷൻ്റെ അടുത്തെത്തിയപ്പം നമ്മുടെ ഹോസ്റ്റ് മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഏതാ വീട്, ഏതാ ബോട്ടൊന്നും അറിയത്തില്ല, പെട്ടിരിക്കുക. നമ്മളങ്ങനെ ഇവിടെ എത്തിയെന്നല്ലേ, നമുക്ക് കുറച്ച് പുറകിലോട്ട് പോയാലോ. വെളുപ്പിന് 4 മണി. നമ്മളിപ്പോൾ ന്യൂസിലൻഡിലെ ഓക്ലൻഡിലാണ്. ഓക്ലൻഡ് നഗരം ഉറങ്ങുകയാണ്. നഗരം ഉണരുന്നതിന് മുന്നേ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ദിവസത്തിലെ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് കൂടുതൽ കിട്ടുന്ന പോലെ തോന്നും. അതിൻ്റെ കൂടെ ട്രാഫിക്കിലും കിടക്കണ്ട. ഈ റോഡുകളെല്ലാം നമ്മുടേതാണ്. വീട്ടിൽ നിന്നും കേപ്പ് റെയ്ങ്ങ വരെ 5.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടോയ്ലറ്റ് ബ്രേക്കൊക്കെ വേണ്ടി വരും. നല്ല സ്ഥലത്ത് നിർത്തുവാണെങ്കിൽ ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ കൂടെ നമുക്ക് അടുത്ത് അടിപൊളി കാഴ്ചകളും ഇതുപോലെ കാണാൻ പറ്റും. കേപ്പ് റെയ്ങ്ങയിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ്. കുറേ നേരത്തേക്ക് കടകളോ വില്ലേജുകളോ ടൗണുകളോ ഒന്നും കാണില്ല. കുറേ കുന്നുകളും മലകളും പല നിറമുള്ള മണ്ണും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമുദ്രവും. റോഡിനരികിൽ വണ്ടി നിർത്തി കാഴ്ചകൾ കാണാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. കേപ്പ് റെയ്ങ്ങയിൽ എത്തുമ്പോൾ തന്നെ ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്നത് നല്ല അടിപൊളി കാറ്റാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു പുള്ള് അനുഭവപ്പെടാമെന്നാണ് പറയുന്നത്. കാറ്റിൻ്റെ മാത്രമല്ല, സംതിങ് ഡീപ്പർ. നേറ്റീവ്സായ മൗറികൾക്ക് ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് ഡിസപ്പിയർ ആവുന്നില്ല. അത് യാത്ര ചെയ്യുന്നു ഉപദ്വീപുകളിലൂടെ വടക്കോട്ട്. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു അവസാനം ഒരു യാത്ര പറയാൻ. അവിടെ കുന്നിൻ്റെ അറ്റത്ത് ഒരു പഹുത്തുക്കാവ മരമുണ്ട്. ആ മരത്തിൻ്റെ വേരുകളിലൂടെ ഈ ആത്മാക്കൾ ഇറങ്ങി അങ്ങ് ദൂരെ ചക്രവാളത്തിൽ കാണുന്ന ഒരു ഐലൻഡ് ഉണ്ട്, 3 കിങ്സ് ഐലൻഡ്. അവിടെ എത്തുന്നു. കേപ്പ് റെയ്ങ്ങയിൽ നിന്നാണ് ആ ആത്മാക്കൾ അവരുടെ ആൻസിസ്ട്രൽ ഹോംലാൻഡിലേക്ക് തിരിച്ചു പോകുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇതിന് മുകളിൽ നിന്ന് താഴേക്കൊക്കെ നോക്കുമ്പോൾ നമ്മളെത്ര ചെറുതാണെന്നും ഈ ലോകം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. രണ്ട് വലിയ സമുദ്രങ്ങൾ കൂട്ടിയിടിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇടതുവശത്ത് ടാസ്മാൻ സമുദ്രവും വലതുവശത്ത് പസഫിക് സമുദ്രവും.
ഈ രണ്ട് സമുദ്രങ്ങളും വന്ന് കൂട്ടിയിടിക്കുന്നിടത്തൊക്കെ നല്ല പാല് പോലെ വെളുത്ത നിറത്തിൽ വെള്ളം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നു. മനോഹരമായൊരു കാഴ്ചയാണത്. മൗറി കോസ്മോളജിയിൽ ഇത് രണ്ട് ശക്തികളുടെ കൂടിച്ചേരലായി കാണപ്പെടുന്നു, പുരുഷൻ്റെയും സ്ത്രീയുടെയും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായ ലൈറ്റ് ഹൗസ്. ന്യൂസിലൻഡിൻ്റെ വടക്കേ അറ്റത്തിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസ് കാണാനാണ് മിക്ക ആൾക്കാരും ഇവിടെ വരുന്നത്. 1941 മുതൽ ഈ ലൈറ്റ് ഹൗസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസ് സോളാർ പവേർഡാണ്. ഇതിൻ്റെ പ്രകാശം 35 കിലോമീറ്റർ ദൂരെ വരെ എത്തുന്നു. വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഇത് ഓഫാക്കിയിട്ടേക്കുമായിരുന്നു. ശത്രുക്കളുടെ ഷിപ്പുകൾക്ക് വഴിയണികരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരൊറ്റ സ്ഥലത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് ഒരു ഇംഗ്ലീഷുകാരനായ സാമുവൽ ഈറ്റ്സ്. പുള്ളി ഇവിടെ കുറേ സ്ഥലം അളിയൻ്റെ സ്വന്തമാക്കി വെച്ചു. എന്നിട്ട് സ്വന്തമായി പ്രഖ്യാപിച്ചു കിങ് ഓഫ് ദി നോർത്ത്. അല്പം തന്നെ. എന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. നല്ല കാറ്റും ഒരുപാട് തിരയും മനോഹരമായ കാഴ്ചകളും എല്ലാം കൊണ്ടും നിങ്ങളെ ഹാപ്പിയാക്കും കേപ്പ് റേങ്ങ. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ആൾക്കാരുടെ എണ്ണം ഇച്ചിരി കൂടി വരുന്നുണ്ട്. പുറത്തിറങ്ങിയപ്പം 2 വലിയ ടൂറിസ്റ്റ് ബസ്സുകളും പിന്നെ കുറേ ബൈക്കുകളും എല്ലാം ഉണ്ട്. അപ്പം ഇനി അങ്ങോട്ട് തിരക്ക് കൂടും. രാവിലെ നേരത്തെ എത്തിയോണ്ടാണ് നമുക്ക് ആരുമില്ലാതെ സമാധാനത്തോടെ കാണാൻ പറ്റിയത്. കേപ്പ് റേങ്ങയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബീച്ചിലെത്താം. ബീച്ചിലേക്കുള്ള റോഡ് ടാറിട്ടതല്ല, ഗ്രാവൽ റോഡാണ്. അത് മാത്രമുള്ളൊരു കുഴപ്പം. പക്ഷേ അടിപൊളി ബീച്ചും പിന്നെ ഇവിടെ ഒരു നല്ല ക്യാമ്പ് ഗ്രൗണ്ടും ഉണ്ട്. DOCയുടെ ക്യാമ്പ് ഗ്രൗണ്ടാണ്. അധികം ആൾക്കാർ ഇവിടെ വരാറില്ല. അതുകൊണ്ട് നല്ല സൈലൻസും ഒരുപാട് തിരക്കും ഇല്ലാതെ നമുക്ക് കാഴ്ചകൾ കാണാം, ബീച്ച് ആസ്വദിക്കാം. ഈ ബീച്ചിൻ്റെ പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇതാണ് ബീച്ചിൻ്റെ പേര്. തിരമാലകൾ ഈ കരയെ വന്നടിക്കുമ്പോൾ ഉള്ള സൗണ്ടില്ലേ, ആ ഒരു സൗണ്ട് വെച്ചിട്ടാണ് ഈ പേര് ഈ ബീച്ചിന് ഇട്ടതെന്നാണ് പറയുന്നത്. ഈ ഒരു ബീച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാക്കളുടെ യാത്രയില്ലേ, അതിൻ്റെ പാത്ത് വേ ആയിട്ട് ബന്ധമുള്ളതാണ്. വളരെ പീസ്ഫുൾ ലൊക്കേഷനാണ്. കേപ്പ് റേങ്ങ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെയും വരണം. ഒരു ഫ്രഷ് വാട്ടർ സ്ട്രീം മുകളിൽ നിന്ന് ഒഴുകി വന്ന് ഈ കടലുമായി ചേരുന്നുണ്ട്. ഈ സ്ട്രീം വരുന്ന സ്ഥലത്ത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും. ന്യൂസിലൻഡിലെ നോർത്തേൺ മോസ്റ്റ് ക്യാമ്പ് സൈറ്റ് ഇവിടെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസർവേഷൻ്റെ അണ്ടറിലാണ് ഈ ക്യാമ്പ് സൈറ്റ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പർ വാനിലോ അല്ലെങ്കിൽ ടെൻ്റൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യാൻ പറ്റും. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ രാത്രിയിൽ ഒരുപാട് സ്റ്റാഴ്സിനെയും മിൽക്കി വേ ഒക്കെ കണ്ട് കിടന്നുറങ്ങാം. പിന്നെ ഈ കടലിൻ്റെ സൗണ്ടും കേട്ട് ഉറങ്ങാം. നല്ല രസമായിരിക്കും. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല സമാധാനവും സന്തോഷവും ഈ കൊച്ചു ബീച്ച് നമുക്ക് നൽകുന്നു. ചില സമയത്ത് നമ്മൾ കാണാൻ പോകുന്ന ഈ വലിയ ലാൻഡ്മാർക്കുകളില്ലേ, അതായിരിക്കത്തില്ല നമുക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും തരുന്നത്. നമ്മൾ യാത്രക്കിടയ്ക്ക് നിർത്തുന്ന ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൽ ചിലത് നമ്മളെ ഒരുപാട് സ്പർശിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യും. നമ്മളെ ആ ഒരു സ്ഥലം ഒരുപാട് റിലാക്സ് ചെയ്യിക്കും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരിക്കലും ഇവിടെ വന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു. അന്നും ഇതുപോലൊരു മരത്തിൻ്റെ മുകളിലിരുന്ന് ഞാൻ അവരുടെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ഇവിടെ നിൽക്കുമ്പം ഫ്രണ്ട്സിനെയും ആ ഒരു യാത്രയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്.
ഹായ്. ഇനി നമുക്ക് നോർത്ത് ലാൻഡിൻ്റെ മറ്റൊരു ഫേമസ് അട്രാക്ഷനിലേക്ക് പോകാം. കേപ്പറങ്കിൽ നിന്നും ഒരു 20 മിനിറ്റേ ഇങ്ങോട്ട് കാണുള്ളൂ. പക്ഷേ ഇവിടെയും ഗ്രാവൽ റോഡാണ്. കുറച്ച് ദൂരം അകത്തേക്ക് വണ്ടി ഓടിച്ച് പോകണം. ഇതാണ് ടേപ്പാക്കി സാൻഡ് ഡ്യൂൺസ്. കണ്ടു കഴിഞ്ഞാൽ സഹാറ മരുഭൂമി പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും തീരപ്രദേശമാണ്. പത്ത് ചതുരശ്ര കിലോമീറ്റർ തീരപ്രദേശം. 150 മീറ്റർ ഉയരത്തിൽ വരെ ഈ മണൽക്കൂനകൾ കാണപ്പെടുന്നു. വണ്ടി ഓടിച്ച് വേറെ ഏതോ ഒരു രാജ്യത്തെത്തിയ പോലെ നമുക്ക് തോന്നും. നമ്മൾ ന്യൂസിലൻഡിൻ്റെ പ്രകൃതിയിൽ ശരിക്കും ഇത് പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ്. ഈ പ്രദേശം മുഴുവൻ ഒരിക്കലൊരു ദ്വീപായിരുന്നു എന്നാണ് കഥ. കാലക്രമേണ ടോപ്പോ എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും ഉണ്ടായ മണൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ദൂരെയാണെങ്കിലും അതിവിടെ ഒഴുകിയെത്തി. നദികളിലൂടെയും വെള്ളപ്പൊക്കത്തിലൂടെയൊക്കെ അതിവിടെ എത്തി. പതിയെ സമുദ്രം അതിൻ്റെ രൂപം കൊടുത്തു. അങ്ങനെ പതിയെ ദ്വീപ് മെയിൻലാൻഡുമായിട്ട് ബന്ധിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾ ഇവിടെ സാൻഡ് ബോർഡിങ് ചെയ്യാൻ വരുന്നുണ്ട്. താഴെ നിന്നും ബോർഡ് റെൻറ്റിനെടുക്കാം. എന്നിട്ട് അതുകൊണ്ട് നേരെ വലിഞ്ഞ് കയറണം. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് നിരങ്ങി വരാം. നല്ല രസമാണ് കാണാനും ചെയ്യാനും. ഇത് വലിയൊരു ഏരിയയിൽ മരുഭൂമി പോലെ ഇങ്ങനെ മണ്ണ് കിടക്കുക. അത് കണ്ട മണ്ണ് പറക്കുന്നതൊക്കെ. അപ്പുറത്തെ സൈഡിൽ കടലും ഇപ്പുറത്ത് കാടും ചെടികളും മരങ്ങളും പിന്നെ ഒരു ചെറിയ പുഴയും. ഇതിലുള്ള ലൊക്കേഷനല്ലേ. പുറത്ത് കഴിഞ്ഞാൽ സംസാരിക്കുമ്പോഴൊക്കെ വായിൽ മണ്ണ് കയറുന്നുണ്ട്, കണ്ണിലും മണ്ണ് കയറുന്നുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മുടിഞ്ഞ കാറ്റ്, സീ കാറ്റ്. വായിലും ചെവിയിലും എല്ലാം മണ്ണ് കയറുക. ഇത്തവണ നമ്മൾ സാൻഡ് ബോർഡിങ് ചെയ്തില്ല. ഒരു പക്ഷേ പിന്നെന്തെങ്കിലും കൂട്ടുകാരുടെ കൂടെ വരുമ്പോൾ ചെയ്യാം. അതാകുമ്പോൾ കൂടുതൽ കെയോസും ചിരിക്കാനും പിന്നെ കൂടുതൽ അലമ്പാനും പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വായിലും മണ്ണിലും, വായിലും ചെവിയിലും തലയിലും ദേഹത്തെല്ലാം മണ്ണ് കയറി. ഭയങ്കര കാറ്റ്. അന്ന് കുറച്ചു നേരം അവിടെ കറങ്ങണത്തിന് ഈ സ്ഥലം വിടാന്ന് വെച്ചു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ സ്ഥലം.
അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഒരു ചെറിയ ബീച്ച് കണ്ടത്. അതിനടുത്തൊരു ഐസ്ക്രീം കടയും കൂടെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീമും ആവാം, ബീച്ചും കാണാം. ഉച്ചയായി, രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോഴാണ് അടുത്തൊരു കെബാബിൻ്റെ ഷോപ്പ് കണ്ടത്. എന്നാൽ അവിടെ പോയി കെബാബും മേടിച്ച് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ തീരുമാനിച്ചു. ചെറിയ കാർമേഘങ്ങൾ വന്നിരുന്നെങ്കിലും നമ്മൾ റെയിൻബോ ഫാൾസിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ലൈറ്റൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് റെയിൻബോ ഫോൾസ് എന്നാണ്. പേര് പറയുന്ന പോലെ വെളിച്ചമുള്ളപ്പോൾ എപ്പോൾ വന്നാലും ഇവിടെ റെയിൻബോ കാണാൻ പറ്റും. മൗറികളുടെ വിശ്വാസത്തിൽ ഈ റെയിൻബോ പ്രതീക്ഷയുടെ ഒരു സൈനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ റെയിൻബോ കാണുമ്പോൾ നല്ല ഭാഗ്യം ഉണ്ടാവുമെന്നും നല്ല തുടക്കം ഉണ്ടാവുമെന്നൊക്കെ വിശ്വസിക്കുന്നവർ. ന്യൂസിലൻഡിൽ അവിടെ പോയാലും മിക്ക കാടുകൾ കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ കാല് ക്ലീൻ ചെയ്യുന്നൊരു സെറ്റപ്പ് കാണാൻ പറ്റും. ഇത് ചെയ്യുന്നത് ഇവിടുത്തെ നേറ്റീവ് മരങ്ങളുണ്ട്, കൗറി ട്രീസ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു ബയോസെക്യൂരിറ്റി മെഷറാണ്. നമ്മുടെ കാലിൽ ഷൂവിലൊക്കെ ഉള്ള കൗറി ഡൈബാക്ക് ഡിസീസിന് കാരണമാകാൻ സാധ്യതയുള്ള മോൾഡുകളെയും അല്ലെങ്കിൽ ഫംഗസുകളെയും ഇങ്ങോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എല്ലായിടത്തും ചെയ്യുന്നത്. നമ്മുടെ ഷൂവിലും ചെരുപ്പിലും ഒക്കെ മണ്ണിൻ്റെ കൂടെ ഇങ്ങനത്തെ ഫംഗസുകളും കാര്യങ്ങളൊക്കെ ഈ കാട്ടിലേക്ക് കയറും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാല് കഴുകുന്നതും പിന്നെ ഇങ്ങനെ തുടയ്ക്കുന്നതും. ഇവിടുത്തെ ജിയോളജിയും നൈസാണ്. കട്ടിയായ ബസാൾട്ട് ലാവയുടെ മുകളിലൂടെയാണ് വെള്ളം താഴേക്ക് വീഴുന്നത്. എന്നാൽ താഴെയുള്ള കുറച്ച് മൃദുവായ പാറ കാലക്രമേണ ഇങ്ങനെ ശോഷിച്ചു പോവുകയും വെള്ളച്ചാട്ടത്തിന് പിന്നിലൊരു പൊള്ളയായ ഒരു ഹോളോ ഏരിയ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ റിവറിൻ്റെ പേരാണ് കെറിക്കറി റിവർ. തലമുറകളായിട്ട് ഇവിടുത്തെ നേറ്റീവ്സിൻ്റെ പ്രധാന ഫുഡ് സോഴ്സുകളിലൊന്നായിരുന്നു ഈ റിവർ. വെള്ളച്ചാട്ടം നമുക്ക് മുകളിൽ നിന്നും കാണാം, താഴെ ഇറങ്ങിപ്പോയും കാണാം. ഒരുപാട് നടക്കാനില്ല, അതുകൊണ്ട് ആർക്ക് വേണേലും ഈസിയായിട്ട് നടന്നു വന്ന് കാണാം. 2 ദിവസത്തെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയും പോകാൻ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കുറേ നാളായിട്ട് പോകണമെന്ന് കരുതിയിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ: കെറിക്കറിയിലെ മിഷൻ ഹൗസ്, പാഹിയ, പിന്നെ റസൽ ഐലൻഡ്, ഫാങ്ങറെ ഫോൾസ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ. എല്ലാം നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ നല്ലോണം സമയം സ്പെൻഡ് ചെയ്ത് കണ്ടു. ബാക്കി സ്ഥലങ്ങൾ നാളെ കാണാം എന്നാണ് പ്ലാൻ. പാഹിയയുടെ അടുത്തുള്ള ഒപ്പുവ എന്ന സ്ഥലത്ത് നമ്മളൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം മുന്നെയാണ് ഇത് ബുക്ക് ചെയ്തത്. അതൊരു ചെറിയ ബോട്ടാണ്. ആ ബോട്ടിലാണ് അവർ ഒരു അക്കോമഡേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. എയർബിഎൻബി വഴിയാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ താമസിക്കാൻ പോകുന്നത്. പക്ഷേ എന്തോ ഒരു പ്രശ്നം പോലെ. ഒരു അടിപൊളി പണി കിട്ടി. അക്കോമഡേഷൻ്റെ അടുത്തെത്തിയപ്പം ഹോസ്റ്റ് മെസ്സേജിനൊന്നും റിപ്ലൈ ഇരുന്നില്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഏതാ വീട്, ഏതാ ബോട്ട് ഒന്നും അറിയത്തില്ല, പെട്ടിരിക്കുക. ബുക്ക് ചെയ്ത് ഏതാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല.
അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പം ബാക്കി ഇരുന്ന ഫുഡും കഴിച്ച് ഇവിടെ ഇരിക്കുക. എപ്പോഴും ആൾ വിളിക്കുമെന്ന് വിചാരിച്ച് അത് വലിയ പണിയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ വാർഫിൽ വെയിറ്റ് ചെയ്യാണ്. എയർബിഎൻബിക്കും മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു. പതിയെ ഇരുട്ടായി തുടങ്ങി. നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞ്. ആദ്യം നല്ല ഫ്രസ്ട്രേഷൻ തോന്നിയെങ്കിലും പിന്നെ അത് ഒരു പേടിയായി, പിന്നെ ടെൻഷനായി, കുറച്ച് സ്ട്രെസ്സും കൂടെ ആയി. സ്ട്രെസ്സായപ്പം പിന്നെ വിശക്കാനും തുടങ്ങി. എയർബിഎൻബി നമ്മളെ വിളിച്ചു. കുറച്ച് നേരം അവരോട് സംസാരിച്ചു. അവർ ഓണറിനെ വിളിക്കാനും വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂറായി, പിന്നെ 2 മണിക്കൂറായി. കുറച്ച് കഴിഞ്ഞപ്പം എയർബിഎൻബി തിരിച്ചു വിളിച്ചു. ഓണർ ഫോൺ എടുക്കുന്നില്ല, മെയിലും റിപ്ലൈ തരുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ അവർ റീഫണ്ട് വാഗ്ദാനം ചെയ്തു. നമ്മൾ ചോദിച്ചു റീഫണ്ട് വേണ്ട, വേറൊരു സ്ഥലത്ത് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന്. തൽക്കാലം അവർക്ക് വേറെ ഒന്നും അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു. നമ്മളോട് വേറെന്തെങ്കിലും കണ്ടുപിടിച്ച് അത് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. റീഫണ്ട് തരാമെന്നും പറഞ്ഞു. പിന്നെ ഒരു ചെറിയ ഓഫർ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഞങ്ങളപ്പോൾ ഇരുന്ന് കുറേ നോക്കിയപ്പോഴെല്ലാം നല്ല റേറ്റാണ്. രാത്രി ആയതുകൊണ്ടാണോ അതോ ഇനി ശരിക്കും റൂമുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണോ അറിയത്തില്ല. നല്ല റേറ്റായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയപ്പം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി ദേഷ്യം വന്നിരുന്നപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു. ഓക്ലൻഡിലേക്ക് ഇനി 3 മണിക്കൂറുണ്ട് വണ്ടി ഓടിച്ചാൽ. രാത്രി മുഴുവൻ വണ്ടി ഓടിക്കാം. ഏകദേശം വെളുപ്പിനെ 2 മണിയാകുമ്പം വീട്ടിലെത്തും. എന്നിട്ട് നാളെ ഉച്ച വരെ കിടന്നുറങ്ങുക. ഇതാണ് അപ്പം നമുക്ക് രണ്ടുപേർക്കും മനസ്സിൽ വന്നൊരു പ്ലാൻ. ഞങ്ങൾ ആഗ്രഹിച്ച അവസാനമല്ലത്, പക്ഷെ ചിലപ്പോൾ അങ്ങനെയാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ആഗ്രഹിച്ചാലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ ബോട്ടിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പാഹിയെയും റസലൈലൻഡും ഫാങ്ങറയും ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ ന്യൂസിലൻഡിൻ്റെ നോർത്തേൺ അറ്റത്ത് പോയി നിന്നു. സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്നത് കണ്ടു. ആത്മാക്കൾ യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലം കണ്ടു. ശാന്തമായ ഉൾക്കടലുകളും മരുഭൂമി പോലുള്ള മണൽക്കൂനുകളും കണ്ടു. മനോഹരമായ വാട്ടർഫോളും മഴവില്ലും കണ്ടു. ഇനിയും നമ്മൾ തിരിച്ചു വരും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണാനായിട്ട്, പുതിയ റോഡുകളിലൂടെ യാത്ര ചെയ്യാനായിട്ട്. പക്ഷേ ഇനി ബോട്ടിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്യത്തില്ല.